അപ്പോൾ കഴിച്ച് നമ്മൾ ചേട്ടനും കൂടി നെടുമങ്ങാട് ചന്തയിൽ പോകണം, സാധനം വാങ്ങാണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വാങ്ങിട്ട് വരാം. ചേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈനായിട്ട് പോകണം. ഫസ്റ്റ് രജിസ്റ്റർ തേങ്ങ പോകുന്നുണ്ട്, ചേട്ടൻ പുറകെ പോകുന്നുണ്ട്, ഞാൻ പുറകെ പോകുന്നുണ്ട്. അതൊക്കെ പോവാം. ചേട്ടൻ നടന്ന് ബാക്കിൽ എന്നെപ്പോലെയെന്ന് തോന്നുന്നു ചേട്ടൻ പതുക്കെ കിടക്കുന്നത്. വഴി സീനാണ് കഴിച്ച് പതുക്കെ നടന്നിട്ട് പണി മാറും. നമ്മളത് ആറ്റിൻ്റെ കരയിൽ കൂടെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുഴപ്പമില്ല, മഴ പെയ്യുന്നതുകൊണ്ട് വലിയ വെള്ളമില്ല, അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ നിഷു കടയിൽ കയറിക്കാൻ ഞാൻ ചേട്ടനോട് ബസ് സ്റ്റോപ്പിൽ പോവാം. നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോവാം. അപ്പോൾ കഴിച്ച് നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. അങ്ങനെ നടന്നു പോയിട്ട് കാണാം. ചേട്ടൻ നമുക്കൊരു കലവും ചീനച്ചട്ടിയൊക്കെ വാങ്ങിച്ചിരുന്നു. ചോറൊക്കെ കലയിലായിരിക്കായിരുന്നു. ഏതായാലും കലം കിട്ടി, അടിപൊളി. നമുക്കിനി പച്ചക്കറിയോടുമായിട്ട് പോവാം. അപ്പോൾ കഴിച്ച് നമ്മൾ പച്ചക്കറി വാങ്ങാതിരിക്കാം. നമ്മുടെ സ്ഥിരം പിള്ളേരുടെ വാങ്ങുന്നത് അതൊക്കെ ഇട്ടിട്ടാ, അതൊക്കെ ഇട്ട് ഞാൻ കാണിച്ചുതരാം. അവൻ്റെ വീട്ടിൽ അവന് പരാതിയാണ് കേസ്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നിഷു ഫസ്റ്റ് പോകുന്നുണ്ട്. നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം. ഇന്ന് ബിരിയാണി വെക്കാനുള്ള പ്ലാനിലൊക്കെയാണ് ചിക്കൻ വാങ്ങിച്ചേക്കണത്. വീട്ടിൽ പോയിട്ട് നോക്കട്ടെ, ബിരിയാണി തന്നെ ആവുമോ വേറെ വല്ലതും ആവുമോ അറിഞ്ഞൂടാ. നിഷു നമ്മുടെ വഴി കൂടെ ഇറങ്ങാൻ വേണ്ടി പോകണം. ഞാനും ചേട്ടനും ഇതിൽ കൂടെ ഇറങ്ങാൻ വെച്ച് ഇതിൽ കൂടെ ഇറങ്ങണം. നമ്മളെ വീട്ടിലെത്തി ഭാഗ്യം ഇത്രയായിട്ട് മഴ ചെയ്തിട്ടില്ല. മഴ ചേട്ടൻ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് മിസ്. മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തി. പിന്നെ ഇത്രയും സാധനം ചേട്ടൻ നമുക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. ചീനച്ചട്ടിയും ഒരു ചട്ടിയും കലവും പിന്നെ മുളകുപൊടി മല്ലിപ്പൊടി എണ്ണ, അതാണ് ഇത്രയും സാധനം ചേട്ടൻ വാങ്ങിച്ചു തന്നെ. നമുക്ക് ചലക്കിട്ട് കാരണം അടുപ്പിലൊക്കെ നമുക്ക് കുക്കർ വെച്ചാൽ കുക്കറിന്റെ പിടി വെച്ച് കംപ്ലൈന്റ് ആയപ്പോൾ ഒരു പ്രശ്നമായിരുന്നു നോക്കില്ലേ. അപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന പ്ലാൻ, തേങ്ങ ബിരിയാണി സെറ്റാക്കി എടുക്കുമോ നോക്കാം.